ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അനിയത്തിൻ്റെ ഗ്രാജുവേഷൻ്റെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവൾ കോളേജ്, അതുകൊണ്ട് തന്നെ മോളെ എൻ്റെ അടുത്താക്കിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ മോള് രാവിലെ വന്നത് മുതലുള്ള വീഡിയോസ് ഇതിലുണ്ട് കേട്ടോ. നൈല ബേബിക്ക് 1 വയസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷനും അവളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കരയുന്നത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവളും കരഞ്ഞ് കാണിക്കാം കേട്ടോ. നൈല ബേബി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യാസുമോൻ ഓൻ്റെ വീട്ടിൽ പോയിട്ട് ഓൻ്റെ ഫുള്ള് കളിക്കോപ്പ് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, അവളെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. ബാ, നിങ്ങട് കളിച്ചാൻ വാ എന്ന് പറയച്ചല്ലേ, അങ്ങോട്ട് പോ. ബാ ബാ. കുട്ടി ഒരു 2:30 ആയപ്പോൾ ആളെ ഞാൻ പിടിച്ചുറക്കിട്ടോ. അങ്ങനെ 4 മണിയായപ്പോൾ അനിയത്തി വിളിച്ചു, ഗ്രാജുവേഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം റെഡിയായി പോയി. നമ്മളവിടെ എത്തലും അത് സ്റ്റാർട്ട് ചെയ്യലും ഒരുമിച്ചായിരുന്നു കേട്ടോ. 60 years of theological revival. Here we all are gathered here for the grand convocation ceremony. The students who competed ഇടുമ്പോൾ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഇത്രയധികം കുട്ടികൾ അവരുടെ പഠനം പൂർത്തീകരിച്ച് അതിൻ്റെ ഭാഗമായി ഇന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുകയാണ്. ഏറെ സന്തോഷമുണ്ട്, അതിലേറെ ചാരിതാർത്ഥ്യമുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് 1981-82 കാലഘട്ടത്തിൽ ഇതേപോലെ ഈ ജാമിയയിലെ women have made their mark in wide-ranging fields. You too are part of that legacy, and today you step forward as catalysts of change. As educated girls, you will inshallah become a powerful force. ഇനിയിപ്പോൾ ഓരോ സ്റ്റുഡൻസും അവരുടെ സർട്ടിഫിക്കറ്റും കയ്യിലെടുത്തിട്ട് സ്റ്റേജിൽ അവരുടെ സ്പേസിൽ പോയിരിക്കണം കേട്ടോ. അവർക്ക് അവിടെ നിന്ന് പ്രതിജ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ സമയത്ത് ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് അവളെ കാണാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നൈല ബേബി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഏകദേശം ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ നൈല ബേബിൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്, അതായത് അനിയത്തിൻ്റെ മദറിലോ എത്തിയിട്ടുണ്ട്. അവരുടെ ഫാമിലി മൊത്തം ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മയും അനിയനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഓരോ സ്റ്റുഡൻസും വന്നിട്ട് അവരുടെ സ്പേസിൽ പോയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഓരോ ബാച്ച് അടിസ്ഥാനത്തിലാണ് അവർ നിന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്തൊക്കെ ഞാൻ അനിയത്തിനെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവളെ മനസ്സിലാക്കാനും പറ്റുന്നില്ല, കാരണം എല്ലാവരും ഒരേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരിച്ചറിയാനൊന്നും പറ്റുന്നില്ല കേട്ടോ. പിന്നെ ആകെയുള്ള ഒരു പ്രതീക്ഷ പറഞ്ഞാൽ അവൾ ഫ്രണ്ടിലായിരിക്കും, കാരണം ലാസ്റ്റ്, അതായത് ഈ വർഷമാണ് അവൾ എക്സാം എഴുതി കഴിഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അവൾ ഫ്രണ്ടിലായിരിക്കും എന്നുള്ളൊരു ധാരണയിൽ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഫ്രണ്ടിലൊന്ന് എത്തി തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ അനിയത്തിൻ്റെ ഗ്രാജുവേഷൻ ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം എനിക്കോ പഠിച്ചൊന്നും നേടാനൊന്നും പറ്റിയിട്ടില്ല, അവൾക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു നല്ല നിലയിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെക്കാളും കൂടുതൽ ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ അന്നത്തെ ദിവസം. അപ്പോൾ ഇതാ ഓരോ സ്റ്റുഡൻസും അവരുടെ സ്പേസിൽ പോയിരിക്കുകയാണ് കേട്ടോ. അവർക്ക് പ്രതിജ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഓരോരുത്തരുടെയും സ്പേസ് അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ അനിയത്തി പോകുന്നുണ്ടോ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എല്ലാവരും ഒരേപോലെ തന്നെയാണ്.
എടുക്കണ്ട് അവിടെ നിൽക്കാതെ തന്നെ കിട്ടുന്നത്. أن أراقبه في حياتي في كافة أدوارها وفي سري وعلانيتي وفي جميع الأحوال والظروف باذلة كل جهدي ووسعي في نشر العقائد الصحيحة والتشريح بنشره وأن أكون مؤمنين اللهم ما استطعت والله على ما أقول الوكيل وأسأل. അങ്ങനെ അവരെ പ്രതിജ്ഞയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഈ തല മാത്രം സൂം ചെയ്ത് കാണിക്കുന്നത് ജാനിയത്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ മാത്രം സൂം ചെയ്ത് കാണിക്കുന്നത്. പ്രതിജ്ഞ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر أولئك هم المفلحون. ിലേക്ക് നിങ്ങൾ ചിന്തകളുമായിട്ട് കടന്നു ചെല്ലണം. അള്ളാഹുവിനെ കൃത്യമായിട്ട് നിങ്ങൾ അറിയണം. അത് സമൂഹത്തിന് പകർന്നു നൽകണം. അവിടെ നിങ്ങൾക്ക് ദിശാബോധം തെറ്റിപ്പോകാതെ ഈ സമൂഹത്തിൽ കാലുറച്ചു നിൽക്കുവാൻ നിങ്ങൾ സദാ സന്നദ്ധരാകണം. ഇപ്പം ഇതാ ഓരോ സ്റ്റുഡൻസിനും സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഫോട്ടോ എടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾക്ക് സ്റ്റേജിലേക്ക് ഇവിടുന്ന് കാണുന്നില്ല, കാരണം ഒരുപാട് ബാക്കിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡിലായിട്ട് 2 സ്ക്രീൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്ക്രീൻ വഴിയാണ് ഇപ്പം അനിയത്തിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാഫിക് വളണ്ടിയേഴ്സ് ഒഴികെയുള്ള വളണ്ടിയേഴ്സ് ഏവരും സ്റ്റേജിന്റെ ഇടതുവശത്തേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുന്നു. അങ്ങനെ അവൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ വേദിയിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ അവളെ ഹസ്ബൻഡും എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. പിന്നെ അവർ 2 പേരും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മളവരെ കണ്ടില്ല കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോൾ എടുത്തപ്പോൾ അവർ ഇന്ന സൈഡിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും പിന്നെ അവരുടെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ അനിയനും ഇളയച്ചനൊക്കെ ഫോട്ടോ എടുക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മളും എത്തിട്ടോ. അപ്പോൾ നൈല ബേബി പെട്ടെന്നൊന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി ഓളെ ഉമ്മാനെ കേട്ടോ. കാരണം എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സായപ്പം പെട്ടെന്നൊന്ന് ഒന്നൊന്ന് ഇതായി. പിന്നെ അനിയത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഓൾക്ക് മനസ്സിലായിട്ടോ ഓളെ ഉമ്മച്ചിനാണെന്നുള്ളത്. അപ്പോൾ ഇതാ ഇളയച്ചനെ ഒക്കെ കാണിച്ചു കൊടുക്കട്ടോ, ഉമ്മച്ചി അതാ ടാറ്റ പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പിന്നെ ഒന്ന് ഉഷാറായി. അങ്ങനെ അനിയനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. പിന്നെ 2 ഉമ്മമാർക്ക്, അനിയത്തിൻ്റെ ഉമ്മാക്കും എൻ്റെ ഉമ്മാക്കും കൂടി അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ പിന്നെ ഉമ്മമാരിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവരെയും കൂട്ടിയിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുത്തുട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.